ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വലിയൊരു വിഷയം ക്രൂസൈഡ്സാണ്. നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിദ്യാർത്ഥികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ക്രൂസൈഡ്സ് അവർ സൺഡേ കാറ്റഗിസത്തിൻ്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ക്രൂസൈഡ്സ് എന്ന് ഞാൻ ആദ്യമേ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ക്രൂസൈഡ്സ് എന്ന് വെച്ചാൽ മലയാളത്തിൽ കുരിശ് യുദ്ധങ്ങൾ എന്നറിയപ്പെടും. എന്താണ് കുരിശ് യുദ്ധം? നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ അൾട്ടിമേറ്റ് എംബ്ലം എന്നറിയപ്പെടുന്നത് ക്രോസാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ക്രോസാണ് ക്രിസ്ത്യാനിറ്റിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. ചെറിയ വളവും ചെരിവൊക്കെ ഉണ്ടാവും. എനിവേ, ഈ ക്രോസ് ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ബേസ്മെൻ്റാണ്. ലോകത്തിൽ തെറ്റ് ചെയ്ത മനുഷ്യരുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യനായി അവതരിക്കുകയും പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ ക്രൂസിഫിക്കേഷനിലൂടെ ഈ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത് സ്വയം മരിക്കുകയും ചെയ്ത് പിന്നീട് 3-ാം നാൾ സ്വർഗത്തിലേക്ക് ഉത്ഥാനം ചെയ്യപ്പെട്ടു എന്നുള്ള വിശ്വാസമാണ് ക്രിസ്ത്യൻ ബിലീഫിൻ്റെ ബേസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത്രയും കാലം ക്രോസ് എന്ന് പറയുന്നത്, കുരിശ് എന്ന് പറയുന്നത് അപമാനത്തിൻ്റെയും പീഡനത്തിൻ്റെയും നിന്ദയുടെയും പ്രതീകമായിരുന്ന ഒരു വസ്തുവിനെ ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷനിലൂടെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ള വസ്തുവാക്കി മാറ്റാൻ കാരണമായി തീർന്നു. അപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് തന്നെ ക്രോസാണ്. ഇനി മുസ്ലിം വിഭാഗത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രസൻറ്റ് എന്ന് പറയുന്നത്. ഒരു ചന്ദ്രക്കല കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മുസ്ലിം മതവിശ്വാസികൾക്ക് എന്തായാലും അറിയും. അപ്പോൾ ഈ ക്രസൻറ്റിന് അത്രത്തോളം പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രൂസൈഡ്സ് മീൻസ് എ വാർ ബിറ്റ്വീൻ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ വാർ ബിറ്റ്വീൻ ക്രോസ് ആൻഡ് ക്രസൻറ്റ്. കുരിശും ചന്ദ്രക്കലയും എതിരായിട്ട് നിന്നുകൊണ്ടുള്ള യുദ്ധം. എന്തിനു വേണ്ടി രണ്ട് മതങ്ങൾ യുദ്ധം ചെയ്യണം? മനുഷ്യന്മാർ യുദ്ധം ചെയ്യും, രാജാക്കന്മാർ യുദ്ധം ചെയ്യും, അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാം. പക്ഷെ എന്തുകൊണ്ട് രണ്ട് മതങ്ങൾ തമ്മിൽ, രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് എന്ത് കാരണമായി തീർന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. കാരണം ക്രൂസൈഡ് പോലൊരു സംഭവം നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കണം. ആ റീസൺ എന്താണ് എന്ന് കണ്ടെത്തലാണ് നമ്മുടെ ഉദ്ദേശം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോളി ലാൻഡ് എന്നൊരു പദം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ഹോളി ലാൻഡ്? നിങ്ങളിൽ ചരിത്രം അറിയാവുന്നവർക്കും മതത്തെക്കുറിച്ച് അറിയാവുന്നവർക്കും പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവും. ക്രിസ്തു ജനിച്ച് അദ്ദേഹത്തിൻ്റെ 33 വയസ്സ് വരെയുള്ള ജീവിത കാലയളവ് ചെലവഴിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ജെറുസലേം. കാരണം ക്രിസ്തുവിനെ 10ാം വയസ്സിൽ കാണാതാകുന്നതും പിന്നീട് അവിടെ ചർച്ചിൽ വേദശാസ്ത്രങ്ങളുമായി തർക്കിച്ചിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടെത്തുന്നതും, അതുപോലെ തന്നെ ജെറുസലേം കേന്ദ്രീകൃതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല സംഭവങ്ങളും. ഒപ്പം തന്നെ ജെറുസലേം ദേവാലയം നിങ്ങൾ പൊളിച്ചു മാറ്റൂ, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കുമെന്ന് ജീസസ് ക്രൈസ്റ്റ് അവകാശപ്പെടുന്ന ഒരു രംഗം ഹോളി ബൈബിളിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ക്രിസ്തു ഉദ്ദേശിച്ച ജെറുസലേം ദേവാലയം അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെയായിരുന്നു. അത് നിങ്ങൾ കൊന്നാലും നിങ്ങൾ എന്നെ കുഴിച്ചിട്ടാലും 3-ാം ദിവസം ഞാൻ ഉത്ഥാനം ചെയ്യപ്പെടുമെന്ന് അദ്ദേഹം അല്പം ലിറ്റററിക്കലായിട്ട് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ അത് മനസ്സിലാക്കാൻ അന്നത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് പോട്ടെ, ആ വിഷയം വിട്ടേക്കൂ. പക്ഷേ ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ജെറുസലേം.
അദ്ദേഹത്തിൻ്റെ ജനനം, മരണം, അദ്ദേഹത്തിൻ്റെ ഉത്ഥാനം ഉൾപ്പെടെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ് റോൾ വഹിച്ച വ്യക്തിയാണ്, സ്ഥലമാണ് ജെറുസലേം. സോ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പിൽഗ്രിമേജ് സെൻ്ററാണ്, തീർത്ഥാടന കേന്ദ്രം. എന്നാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മക്ക, മദീന തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുന്ന ജെറുസലേമിൻ്റെയും പാലസ്തീൻ്റെയും ഭാഗങ്ങൾ അവർക്കും പ്രധാനപ്പെട്ടതാണ്. എന്തിൻ്റെ പേരിലാണ് അവർക്കത് പ്രധാനപ്പെട്ടതായത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രൊഫറ്റായിട്ടുള്ള മുഹമ്മദ് നബി താമസിക്കുകയും അദ്ദേഹം സ്വർഗത്തിലേക്ക് ദൈവത്തെ കാണാനായിട്ട് എടുക്കപ്പെടുകയും ചെയ്തതും ഇതേ സ്ഥലത്ത് വച്ചിട്ട് തന്നെയാണ് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. അപ്പം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡാണ്, ഹോളി ലാൻഡ് തന്നെയാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇനിയൊരു വിഭാഗം കൂടിയുണ്ട്. യഹൂദന്മാരെന്ന് വിളിച്ചിരുന്ന ജ്യൂസ് എന്നറിയപ്പെടുന്ന ജൂതന്മാർ. ജൂതന്മാർക്കും ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ജൂതന്മാർക്ക് ഈ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ജൂതന്മാരുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അബ്രഹാമാണ്. ഇസ്ലാംസിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹോളി ഖുറാനിലും ക്രിസ്ത്യൻസിൻ്റെ വിശ്വാസ സത്യം എന്നറിയപ്പെടുന്ന ഹോളി ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടുള്ള അതേ അബ്രഹാം തന്നെയാണ് ജ്യൂസിൻ്റെ വിശ്വാസത്തിലുള്ള അബ്രഹാം. അബ്രഹാം അവരുടെ പൂർവ്വപിതാവാണ് ജ്യൂസിൻ്റെ. ആ ജൂതന്മാർക്ക് അബ്രഹാമിന് ദൈവം പതിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു കൊടുത്ത സ്ഥലമാണ് ജെറുസലേം. സോ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പിൽഗ്രിമേജ് സെൻ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം പിടിച്ചെടുക്കാൻ ടർക്സ് എന്ന് പറയുന്ന ടർക്കിഷ് ഗ്രൂപ്പിൽപ്പെട്ട ഒരു വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റി അവിടേക്ക് കടന്നു വരുമ്പോഴാണ് ഇവിടെ പ്രശ്നമുണ്ടാകും. അതുവരെ അത് മുസ്ലിംസിൻ്റെ കയ്യിൽ തന്നെയാണ്. ഈ പറയുന്ന ഹോളി ലാൻഡ് ഉൾപ്പെടുന്ന പ്രദേശം മുസ്ലിംസിൻ്റെ കയ്യിലാണ്. 638 വർഷം മുതൽ ഖലീഫ് ഉമർ എന്ന മുസ്ലിം മത നേതാവിൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡറിൻ്റെ കീഴിൽ തന്നെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ. പക്ഷേ എപ്പോഴാണോ സെൽജക് ടർക്സ് എന്ന് പറയുന്ന വിഭാഗം ഈ ലാൻഡ് ഏരിയ ഒക്യുപ്പൈ ചെയ്യുന്നത്, അവിടെ മുതൽ അവർ ഇവിടേക്കുള്ള തീർത്ഥാടനം ക്ലോസ് ചെയ്യാണ്. ആരെയും, ജ്യൂസിനെയും ക്രിസ്ത്യൻസിനെയും ഈ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ജെറുസലേം വിസിറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന കാലഘട്ടമാണ് ക്രുസൈഡിന് ഏറ്റവും വലിയ കാരണമായിട്ട് തീരുന്നത്. അപ്പോൾ ഇവരിത് അടച്ചിട്ടതോടുകൂടി ഇവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടായാലും ഈ സ്ഥലങ്ങൾ തിരിച്ച് താങ്കളുടെ അധീനതയിൽ കൊണ്ടുവരുമെന്നുള്ള ക്രിസ്ത്യൻ ആളുകളുടെ വിശ്വാസവും അവരുടെ താല്പര്യവുമാണ് ക്രൂസൈഡ്സിന് കാരണമായത്. ചരിത്രത്തിൽ 8ഓളം ക്രൂസൈഡ്സ് നടന്നു. അതിൽ ആദ്യത്തെ ക്രൂസൈഡ്സിൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ക്രൂസൈഡ്സിന് വന്നു ചേർന്ന, ഇനി എന്തുകൊണ്ട് ക്രൂസൈഡ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ക്രക്സ് എന്ന വാക്കിൽ നിന്ന്, അഥവാ ക്രോസ് എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ക്രൂസൈഡ് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ക്രോസ് ധരിച്ചുകൊണ്ട് ആരാണോ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് അവരെ വിളിച്ചിരുന്ന പേരാണ് ക്രൂസൈഡേഴ്സ്. ആ ക്രൂസൈഡേഴ്സാണ് പിന്നീട് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അവരുടെ ഡ്രസ്സുമേ ഒരു എംബ്ലമായിട്ട് ക്രോസ് ഉണ്ടായിരിക്കും. അവരുടെ ഷീൽഡുമേ, അവരുടെ പടച്ചട്ടയമേ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആർമറിൽ അവർ ക്രോസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുരിശുമായിട്ട് യുദ്ധത്തിന് വരുന്ന, കുരിശ് വഹിച്ചു വരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ക്രൂസൈഡേഴ്സ് എന്ന വാക്ക് കടന്നു വരുന്നതും ക്രൂസൈഡ്സ് എന്ന വാക്ക് ഈ യുദ്ധത്തിന് ലഭിക്കുന്നത്. ആദ്യ യുദ്ധത്തിൽ വളരെ കൃത്യമായിട്ട് ഹോളി ലാൻഡിൻ്റെ ലിബറേഷൻ നേടിയെടുക്കാൻ ക്രിസ്ത്യൻസിനെ കൊണ്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ യൂറോപ്പിലെ ആളുകളെ കൊണ്ട് സാധിക്കുന്നു. എന്നാൽ സെക്കൻഡ് ക്രൂസൈഡിൽ
ഈ പറയുന്ന ടർക്സ് ഈ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിക്കുകയും അതിനെ റീക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ക്രിസ്ത്യൻസ് ശ്രമിക്കുന്നതുമാണ് സെക്കൻഡ് ക്രൂസൈഡ് എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇതിൽ ഡിസ്യൂണിറ്റി കൊണ്ട് മാത്രം, ഒരു കൂടിച്ചേരലില്ലാത്തത് കൊണ്ട്, ഒരു ഒത്തൊരുമയില്ലാത്തത് കൊണ്ട് മാത്രം ഈസ്റ്റേൺ സൈഡ് അഥവാ യൂറോപ്യൻസ് പരാജയപ്പെടുന്നതും നമ്മൾ കാണും. അപ്പം ഇത്രയും ഭാഗം ഫസ്റ്റ് 2 ക്രൂസൈഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ക്രൂസൈഡ് എന്താണെന്നും ഫസ്റ്റ് 2 ക്രൂസൈഡ് എങ്ങനെയായി തീർന്നുവെന്നും ക്രൂസൈഡ്സിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താണെന്നുമാണ് നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ക്രൂസൈഡ്സ്. The Crusades were a series of Christian military expedition fought against Muslim foe Holy Land, especially Jerusalem. ഹോളി ലാൻഡിൻ്റെ താഴെ തന്നെ ജെറുസലേം എന്ന് വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് എടുത്ത ഇതാണ്. Between the years of 1095 to 1291 ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ വർഷങ്ങളിലൊക്കെ യുദ്ധമാണെന്നല്ല കേട്ടോ അർത്ഥം. ഓരോ യുദ്ധങ്ങളും ഒരു ഘട്ടത്തിൽ ആരംഭിക്കുന്നു, ഒരു ഘട്ടത്തിൽ അവസാനിക്കുന്നു, വീണ്ടും അതിനിടയിലുള്ള പീരീഡിൽ തന്നെ അടുത്ത യുദ്ധം വരുന്നത് കൊണ്ട് ഒരുമിച്ച് ആ കാലഘട്ടത്തെ എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. ഈ കാലഘട്ടത്തിനിടയിൽ 8ഓളം ക്രൂസൈഡ്സ് നടന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. There were 8 crusades fought between Christians and Muslims. The word crusade comes from the Latin word crux, means cross. To take up the cross meant to become a crusader. ആരാണ് കുരിശുമെടുത്ത് യുദ്ധത്തിന് അല്ലെങ്കിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത് അവനെയാണ് ക്രൂസൈഡ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നാണ്, ക്രൂസൈഡറിൽ നിന്നാണ് ക്രൂസൈഡ്സ് എന്ന വാക്ക് രൂപകൽപ്പിക്കപ്പെട്ടത്. To identify themselves, crusaders sewed symbols of the cross of Christ onto their clothing and painted crosses on their shield. അവരുടെ ഷീൽഡിലും അവരുടെ ഡ്രസ്സിലും അവർ ഈ ക്രോസ് എന്ന് പറയുന്ന എംബ്ലം കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ ക്രൂസൈഡേഴ്സ് എന്ന് വിളിച്ചിരുന്നത്. 3 major religious groups all claimed Jerusalem in the land of Palestine as their holy city. 3 ഗ്രൂപ്പാണ് ജെറുസലേം തങ്ങളുടെ ഹോളി ലാൻഡ് ആണെന്ന് അവകാശപ്പെട്ടത്. ആ 3 ഗ്രൂപ്പ്സാണ് ജ്യൂസ്, ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. 3 വിഭാഗം. Jews, Christians and Muslims. To Christians, Jerusalem was the place where Jesus was crucified, arose from the dead and ascended to heaven. ക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിധേയമാക്കിയതും ക്രിസ്തുവിനെ കുഴിച്ചിട്ടതും ക്രിസ്തു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതും ഇതേ ജെറുസലേമിൽ നിന്ന് തന്നെയാണ് എന്നാണ് ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ജെറുസലേം ഈസ് ടു ബി കൺസിഡേർഡ് ആസ് ദ ഹോളി ലാൻഡ് ഫോർ ക്രിസ്ത്യൻസ്. ടു ജൂസ്, Abraham was given this land by God, and to Muslim, it was from Jerusalem Prophet Muhammad ascended into heaven to meet God. ജൂസിൻ്റെ പ്രമുഖനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള അബ്രഹാമിന് ദൈവം പതിച്ചു കൊടുത്ത അല്ലെങ്കിൽ ദൈവം എഴുതി കൊടുത്ത ലാൻഡാണ് പാലസ്തീൻ അല്ലെങ്കിൽ ജെറുസലേം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാൻഡാണ്. എന്നാൽ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ കാണാനായിട്ട് പ്രൊഫറ്റായിട്ടുള്ള മുഹമ്മദ് നബിയെ ദൈവം വിളിച്ചത് ജെറുസലേമിൽ നിൽക്കുമ്പോഴാണ് എന്നാണ് മുസ്ലിംസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ സ്ഥലം ആരുടെയും അധീനതയിൽ പോകുന്നതിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. അവരും അവസാനം വരെ ഈ ലാൻഡിൻ്റെ ഓണർഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. ഹൗ ഇറ്റ്സ് ലീഡ്സ് ടു ബി എ വാർ ബിറ്റ്വീൻ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്.
അതിനാണല്ലോ നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു, കാരണങ്ങൾ പറഞ്ഞു, പക്ഷെ അതെങ്ങനെ യുദ്ധമായിട്ട് മാറി എന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മുസ്ലിം ഹാഡ് ഓക്യുപ്പൈഡ് ജെറുസലേം ഇൻ 638 during the time of Caliph Umar after a strong battle with Byzantine Empire. അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യൻ എംപയർ തന്നെയാണ് ബൈസാൻഡിയൻ. ഈ ബൈസാൻഡിയൻ എംപയറുമായിട്ട് ഖലീഫ് ഉമറിൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം വിഭാഗം യുദ്ധം ചെയ്യുകയും 638 ജെറുസലേം അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ യുദ്ധം ചെയ്ത് അദ്ദേഹം പിടിച്ചെടുത്ത സ്ഥലമാണ്, അല്ലാതെ അദ്ദേഹത്തിന് ദാനമായിട്ടോ അദ്ദേഹത്തിന് നേരത്തെ പതിച്ചു കിട്ടിയ ഭൂമിയൊന്നുമല്ല ജെറുസലേം എന്ന് പറയുന്നു. By the time of First Crusade, Muslims had tremendous territorial possession throughout the Middle East, North Africa and even in the Europe itself. 1095 ആദ്യ ക്രൂസൈഡ് നടക്കുന്ന കാലത്തും മുസ്ലിംസിന് ഓൾ ഓവർ ദി വേൾഡ് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, ഗൾഫ് കൺട്രീസിലും അതുപോലെ തന്നെ നോർത്ത് ആഫ്രിക്കൻ റീജിയനിലും, എന്തിന് ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസിൽ ഒഫീഷ്യൽ മതമായി ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിച്ചിട്ടുള്ള യൂറോപ്പിൽ പോലും മുസ്ലിംസിന് വ്യക്തമായിട്ടുള്ള പ്രാതിനിധ്യം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. The Muslim rulers had allowed Christians and Jews to make pilgrimages to Jerusalem and they enjoyed religious freedom. ഇവരുടെ കാലത്ത് അലൗ ചെയ്തിരുന്നു, മുസ്ലിംസിൻ്റെ കാലഘട്ടത്തിൽ ഇവർ അലൗ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? Those who want to visit Jerusalem as the part of their pilgrimage, they can go through on. അവർക്ക് ഒരു തടസ്സമില്ല, അവരാരും എതിർക്കില്ല. അവർക്ക് പിൽഗ്രിമേജ് ചെയ്യണോ, അവർക്ക് തീർത്ഥാടനം നടത്തണോ, അവർക്ക് ഡയറക്റ്റ്ലി ജെറുസലേമിലേക്ക് പോവാം. മുസ്ലിംസ് അവരെ തടയില്ല. മുസ്ലിംസിൻ്റെ അധീനതയിലുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ ഒരാൾ വിസിറ്റ് ചെയ്യാനായിട്ട് കടന്നു വരുമ്പോൾ അയാളെ എതിർക്കുന്ന രീതി, ശീലം മുസ്ലിംസിനില്ല. മുസ്ലിംസിന് അറിയാം ഇതെല്ലാവർക്കും പ്രധാനപ്പെട്ട സ്ഥലമാണ്. നമ്മളിത് കൈയടക്കി വെക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇവർക്കുള്ളത് കൊണ്ട് ഇവർ എല്ലാവരെയും അനുവദിച്ചു. എന്തിനു വേണ്ടി? പിൽഗ്രിമേജ് നടത്താൻ വേണ്ടി. പക്ഷേ പിന്നീട് എവിടെയാണ് ഈ പ്രശ്നം? അതുവരെ ഉണ്ടായിരുന്ന റിലീജിയസ് ഫ്രീഡം എവിടെയാണ് ലോസ് ആയതെന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. ബട്ട് ബൈ ദ എൻഡ് ഓഫ് ദി 11th century എ ന്യൂ ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ഗ്രൂപ്പ് തന്നെയാണ്, ഷിയ, സുന്നി, റോഹിൻക്യൻ, ഇങ്ങനെ പല ഗ്രൂപ്പിൽ അറിയപ്പെടുന്ന മുസ്ലിംസിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് സെൽജക് ടർക്സ്. മുസ്ലിംസ് ആണ്, തെറ്റിദ്ധരിക്കണ്ട, മുസ്ലിംസ് തന്നെയാണ്. സെൽജക് ടർക്സ് എന്നാണ് അവർ അറിയപ്പെടുക. സെൽജക് ടർക്സ് took control over the Holy Land, including Jerusalem, and closed it to all Jewish and Christian pilgrimages. ഒരാൾക്കും ഇനി ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. മുസ്ലിംസിൻ്റെ മാത്രം സ്ഥല, ഞങ്ങളുടെ സ്ഥല. ക്രിസ്ത്യൻസും വരണ്ട, ജ്യൂസും വരണ്ട. ഇനി മുതൽ അവർക്ക് ഇവിടെ പിൽഗ്രിമേജ് നടത്താനുള്ള അവകാശമില്ല. അവിടെയാണ് റിലീജിയസ് ഫ്രീഡം ഇല്ലാതാകുന്നത്. അവിടെയാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ശത്രുതയിലാവാനായിട്ടുള്ള കാരണമാവും. അതുവരെ ഒരു പ്രശ്നവുമില്ലാതിരുന്നിടത്ത് ഒരു കലഹമുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. The closure of Jerusalem for the Christian pilgrims by Seljuk Turks had profound impact on Christian world. The turmoil of these years disrupted normal political life and made the pilgrimage to Jerusalem difficult and often impossible. ഇവരിത് ക്ലോസ് ചെയ്തതോടുകൂടി ക്രിസ്ത്യൻസിന് ജെറുസലേമിലേക്ക് പിൽഗ്രിമേജ് നടത്താനുള്ള അവകാശമില്ലാതായി.
ഒരു വിധത്തിൽ ബുദ്ധിമുട്ടായി എന്ന് മാത്രമല്ല, ഒരിക്കലും നടക്കാത്തൊരവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ട് തുടങ്ങി. അവിടെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഡെസ്പറേറ്റ് ആവുന്നതും അവരതിൻ്റെ ഭാഗമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ദിസ് ബാക്ക്ഡ്രോപ്പ് ദാറ്റ് ബൈസാൻഡിയൻ എംപയർ Alexis I Comnenus appealed for help against the Seljuk Turks to Pope Urban II in 1095. അപ്പം നേരത്തെ പരാജയപ്പെട്ട ഖലീഫ് ഉമറിനോട് പരാജയപ്പെട്ട ഒരു വിഭാഗം ക്രിസ്ത്യൻസ് ഇവിടെയുണ്ട്. അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈസാൻഡിയൻ എംപയർ. ബൈസാൻഡിയൻ എംപയറിൻ്റെ പ്രധാനപ്പെട്ട റൂളറായിരുന്ന അലക്സിയസ് ഫസ്റ്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന സെൽജക് ടേർക്സിനെതിരെ യുദ്ധം ചെയ്യാനും ജെറുസലേം തിരിച്ചു പിടിക്കാനും സഹായിക്കണമെന്ന് പറഞ്ഞ് അന്നത്തെ പോപ്പായിരുന്ന അർബൻ സെക്കൻഡിൻ്റെ അടുത്തേക്ക് ചെന്നു. കാരണം അയാൾക്കറിയാം, ഒറ്റയ്ക്ക് അയാൾ വിചാരിച്ചാൽ സെൽജക് ടേർക്സിനെ അടിച്ചൊതുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയുള്ള ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ സഹായം വേണം. കാരണം എല്ലാ ക്രിസ്ത്യൻസിനും ജെറുസലേം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് പോരാടി തിരിച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പോപ്പിനോട് സഹായം ചോദിച്ചു. നൗ ലെറ്റ്സ് എക്സാമിൻ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രൂസൈഡ്സ്. പോപ്പ് വന്നപ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിസവും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറുകയും അതിനെ പിന്നീട് ക്രൂസൈഡ്സ് എന്നറിയപ്പെടുകയും പ്രധാനപ്പെട്ട രണ്ട് ക്രൂസൈഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ക്രൂസൈഡ് ഉണ്ട്. എന്തുകൊണ്ട് ആദ്യത്തെ രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തേതിന് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, അതുവരെയുള്ള ഈ ഫസ്റ്റ് രണ്ട് ക്രൂസൈഡിലും ഇംഗ്ലണ്ട് ഒരു പാർട്ടേ അല്ലായിരുന്നു. കാരണം ഇംഗ്ലണ്ട് അന്ന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാവുന്ന രീതിയിലേക്ക് ഉയർന്നിട്ടില്ല. കാരണം 1215 തന്നെ കിങ് ജോണുമായിട്ടുള്ള പ്രശ്നം തീർത്ത് രാജ്യത്തിൻ്റെ ഭരണം അവർ കയ്യിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊന്നും ഇതിൽ പങ്കെടുക്കാനുള്ള താല്പര്യമോ സമയമോ അവർക്കില്ല. പക്ഷെ മൂന്നാമത്തെ ക്രൂസൈഡ് വന്നതോടുകൂടി അവർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്രൂസൈഡിനെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1095 മുതൽ 99 വരെയുള്ളതും 1145 മുതൽ 1148 വരെയുള്ള ഫസ്റ്റ് രണ്ട് ക്രൂസൈഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്രൂസൈഡ് 1095 to 1099. In November 1095, at the Council of Clermont in France, Pope Urban II gave a public speech calling on Western Christians to give aid to their Eastern Christian brethren. 1095 ഒരു കൗൺസിൽ വിളിച്ചു ചേർക്കുകയാണ് ഫ്രാൻസിൽ വെച്ച്. ഓൾറെഡി അലക്സിസ് ഫസ്റ്റ് എന്ന് പറയുന്ന എംപയർ പോപ്പ് അർബൻ സെക്കൻഡിനോട് സഹായം ചോദിച്ച കാരണം 1095 വിളിച്ചു ചേർത്ത കൗൺസിലിൽ വെച്ച് പോപ്പ് സെക്കൻഡ് ഒരു പ്രസ്താവന ഇറക്കുകയാണ്. അദ്ദേഹം പറയാണ്, എല്ലാ വെസ്റ്റേൺ റൂളേഴ്സും ഈസ്റ്റേൺ സൈഡിൽ നടക്കുന്ന ഈ ഒരു സംരംഭത്തിന് സഹായം നൽകണം. കാരണം ഇത് എൻറ്റയർ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നമാണ്. നമ്മൾ പിൽഗ്രിമേജ് നടത്തുന്ന ജെറുസലേമിനെ സെൽജക് ടേർക്സ് പിടിച്ചു വച്ചിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അപ്പോൾ പോപ്പ് വളരെ കൃത്യമായിട്ട് ഒരു വർഗീയത പരത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ഇറക്കുകയും അതിലൂടെ സ്വന്തം ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ രാജ്യം തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി നമ്മൾ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. പോപ്പ് എക്സോർട്ടഡ് ഫോർ ദ ലിബറേഷൻ ഓഫ് ദി ഹോളി ലാൻഡ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹം പറയാണ്, ജെറുസലേം ഉൾപ്പെടുന്ന ഹോളി ലാൻഡിനെ ഫ്രീ ആക്കുക, അതിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ലിബറേഷന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഫൈറ്റ്. വിച്ച് ഹാഡ് ബീൻ അണ്ടർ മുസ്ലിം കൺട്രോൾ ഫോർ 400 years.
638 മുതൽ 1095 വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 400-ലധികം വർഷങ്ങളായിട്ട് മുസ്ലിംസിൻ്റെ കൺട്രോളിലുള്ള ഈ ഹോളി ലാൻഡിനെ തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ പരിശ്രമം. ഇൻ വാരിയസ് ലെറ്റേഴ്സ് റിട്ടൺ ആഫ്റ്റർ ദ കൗൺസിൽ ഓഫ് ക്ലെർമോണ്ട്, പോപ്പ് അർബൻ II എക്സ്പ്ലെയിൻഡ് ഹിസ് റീസൺ ഫോർ ലോഞ്ചിങ് ദ ക്രൂസൈഡ്. ഈ ക്ലെർമോണ്ടിൽ നടന്ന കൗൺസിലിന് ശേഷം ഒരുപാട് ലെറ്റേഴ്സ് അദ്ദേഹം പല രാജ്യങ്ങളിലുള്ള റൂളേഴ്സിന് വേണ്ടി എഴുതി. ആ ലെറ്റേഴ്സിലൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് എ ക്രൂസൈഡ്. എന്താണ് നമ്മൾ ക്രൂസൈഡ്സിലേക്ക് വരാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മൾ ക്രൂസൈഡ്സിൽ പങ്കെടുക്കണം എന്നുള്ളതിൻ്റെ കാരണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പല സഭകൾക്കും പല രാജാക്കന്മാർക്കും ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടേയിരുന്നു. വൺ സച്ച് ലെറ്റർ ഗോസ് ദസ്. അത്തരത്തിൽപ്പെട്ട ഒരു ലെറ്ററിലെ ഭാഗമാണ് എഴുതിയിരിക്കുന്നത്. വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വായിക്കുന്നു എന്ന് മാത്രം. വി നോ യു ഹാവ് ഓൾറെഡി ഹേർഡ് ഫ്രം ദി ടെസ്റ്റിമോണി ഓഫ് മെനി ദാറ്റ് ദ ഫ്രൻസി ഓഫ് ദി ബാർബേറിയൻസ് ഹാസ് ഡിവാസ്റ്റേറ്റഡ് ദ ചർച്ചസ് ഓഫ് ഗോഡ് ഇൻ ദി ഈസ്റ്റ്. നിങ്ങൾ പലരും കേട്ട് കാണും, നമ്മളുടെ ഏറ്റവും വിശ്വാസമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഏറ്റവും വലിയ ആരാധനാലയമായിട്ട് കണക്കാക്കുന്ന ദൈവത്തിൻ്റെ ചർച്ചുകളെ നശിപ്പിക്കാൻ ചില അപരിഷ്കൃതരായ വ്യക്തികൾ ശ്രമിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ട് കാണും. ആൻഡ് ഹാസ് ഈവൻ ഷെയിം ടു സേ സ്വീസ്ഡ് ഇൻ ടു സ്ലേവറി ദ ഹോളി സിറ്റി ഓഫ് ചർച്ച് ജെറുസലേം. എനിക്ക് പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു. ദൈവത്തിൻ്റെ നാട് എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മളുടെ സ്വന്തം ഹോളി സിറ്റി ആയിട്ടുള്ള ജെറുസലേമിനെ ഒരു സ്ലേവറി, അടിമത്തത്തിന് കീഴിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മളിവിടെ ക്രിസ്ത്യൻസ് ആരും ഇല്ലേ ചോദിക്കാൻ എന്ന് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ലെറ്ററിലൂടെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. ഗ്രേവിംഗ് ഇൻ പൈസ് contemplation of this disaster, we visited France and strongly argued the princes and people of that land to work for the liberation of the Eastern Church. ഈ മോശം അവസ്ഥ, ഈ ക്രൂരത സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫ്രാൻസിൽ 1995 വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ പലരും പങ്കെടുക്കുകയും അതിൽ വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളുടെ റൂളേഴ്സും ക്രിസ്ത്യൻസ് മുസ്ലിംസിനെതിരായിട്ടുള്ള ഈ ഒരു എൻ്റർപ്രൈസിൽ ജോയിൻ ചെയ്യണമെന്ന് അദ്ദേഹം താല്പര്യപ്പെടുകയാണ്. ഇൻ ഓഗസ്റ്റ് 1096 a vast crusader army began the arduous journey from Europe to Constantinople. യൂറോപ്പിൽ നിന്ന് ഒരു വലിയ ക്രൂസൈഡേഴ്സിൻ്റെ ആർമി 1096 മാർച്ച് ചെയ്ത് നേരെ ജെറുസലേമിലേക്കല്ല, സെൽജക് ടർക്സിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര ചെയ്യാണ്. ദി ആർമി വാസ് ലെഡ് ബൈ prominent leaders like Godfrey of Bouillon, Raymond, Robert II. ഇവരൊക്കെ പല സ്ഥലത്തെയും ഡ്യൂക്കുമാരും ഏളുമാരും കിങ്ങുമാരൊക്കെ ആയിട്ട് വിലസുന്ന വ്യക്തികളാണ്. അവരൊക്കെ അർബൻ II പറഞ്ഞപ്പോൾ തന്നെ എന്നാൽ ശരി, നമ്മളുടെ സ്ഥലം വേറെ ആരെങ്കിലും പിടിച്ചെടുത്തൊക്കെ സഹിക്കാൻ പറ്റില്ല, തിരിച്ചു പിടിച്ചേ പറ്റൂ. എത്രയും വേഗം യുദ്ധത്തിന് തയ്യാറായി അവർ ഇറങ്ങി വന്നു. ഇൻ 1097 1097 തന്നെ തൊട്ട് പിറ്റത്തെ വർഷം ക്രൂസൈഡർ ആർമി ക്യാപ്ചേർഡ് നിക്കായ, ക്യാപിറ്റൽ ഓഫ് സെൽജക് സുൽത്താൻ ക്യൂലിച്ച് അർസലാൻ എന്ന് പറയുന്ന ഈ പറയുന്ന സെൽജക് ടർക്സിൻ്റെ നേതാവായിട്ടുള്ള വ്യക്തി താമസിക്കുന്ന ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള നിക്കായ പിടിച്ചെടുത്തു. ക്രൂസൈഡേഴ്സ് എന്ന് പറയുന്നത് വെറുമൊരു സിമ്പിൾ ടീമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള കരുത്തരായിട്ടുള്ള നേതാക്കളാണ് യുദ്ധത്തിൽ സഹായിക്കാനായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് എന്തായാലും ഇവർക്ക് ഈസി ആയിട്ട് നിക്കായ പിടിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ദേ ക്യാപ്ചേർഡ് ആൻടോയിഷ് ആൻഡ് മച്ച് പാർട്ട് ഓഫ് സിറിയ ഇൻ 1098. 1098 ആയപ്പോഴേക്കും സിറിയയിലെ
പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് സെൽജക് ടർക്സിൻ്റെ ഒരു വലിയ ഏരിയ തന്നെ ഈ പറയുന്ന ക്രൂസൈഡേഴ്സിൻ്റെ കീഴിലായി. ഫോളോയിങ് ഇയർ 1099 the Crusaders captured greatest prize of all, ജെറുസലേം. 1099 അവർ നേടിയെടുക്കാൻ ശ്രമിച്ച അവരുടെ ജെറുസലേം പിടിച്ചെടുക്കാൻ ക്രൂസൈഡേഴ്സിന് സാധിച്ചു. In the first crusade, the Western force could achieve crucial victory over the Muslims, victory for the Europeans. യൂറോപ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ കൺട്രീസ് വിച്ച് ഫോട്ട് അഗെയിൻസ്റ്റ് ദ മുസ്ലിംസ്, അത്രേ അർത്ഥമാക്കുന്നുള്ളൂ. ഇവിടെ ബൈസാൻഡിയൻ റൂളേഴ്സ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പല പല യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ഡ്യൂക്കുമാരും പ്രിൻസസും പലരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും യൂറോപ്പിൻ്റെ വിക്ടറി ആയിട്ടാണ് ഫസ്റ്റ് ക്രൂസൈഡ്സിനെ കണക്കാക്കുന്നത്. After this tremendous victory, the Crusaders established 4 Christian kingdoms in the Holy Land. എന്തായാലും നമ്മൾ ജയിച്ച സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു 4 കിങ്ഡം അവിടെ സ്ഥാപിച്ചിട്ടാണ് അവർ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട് ഈ 4 കിങ്ഡം സ്ഥാപിക്കുന്നത്? ഇനി ഇതൊരിക്കലും നമ്മളുടെ കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി, ഒരു സേഫ്റ്റിക്ക് ഒരു പ്രിക്കോഷൻ എടുത്തു വയ്ക്കാം. ദെൻ സെക്കൻഡ് ക്രൂസൈഡ് 1145 to 1148 വരെയുള്ള 3 വർഷം. The immediate reason for the second crusade was the recapture of lost territories in the first crusade by Muslim forces. മുസ്ലിം ഫോഴ്സസ് റീക്യാപ്ചർ ചെയ്തു. എന്ത്? സെക്കൻഡ് ക്രൂസൈഡിന് കാരണമായിട്ടുള്ള സംഭവമാണ് പറയുന്നത്. അവർക്ക് ആദ്യത്തെ ക്രൂസൈഡിൽ നഷ്ടപ്പെട്ട നിക്കായ, അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ ഉൾപ്പെട്ട സിറിയ, ജെറുസലേം, ഇതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് മുസ്ലിംസ് തീരുമാനിക്കുകയും അതവർ റീക്യാപ്ചർ ചെയ്തതാണ് രണ്ടാമതൊരു ക്രൂസൈഡ് ഉണ്ടാവാനുള്ള കാരണം. ഫസ്റ്റ് ക്രൂസൈഡ് ബൈ ദ മുസ്ലിം ഫോഴ്സസ് ഓൺ December 24, 1144, the Turkish army seized the city of Edessa and murdered all of the inhabitants. എഡേസ എന്ന് പറയുന്നത് ജെറുസലേമിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ആ സ്ഥലത്തിന് 1144 ഈ പറയുന്ന സെൽജക് ടർക്സ് പിടിച്ചെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരെയും കൊന്നൊടുക്കി. എന്തിനു വേണ്ടിയിട്ടാ? പിന്നീട് അവർക്ക് അവിടുത്തെ മൈഗ്രൻസ് ആയിട്ട് മാറി അത് അവരുടെ പ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓൾ ഇൻഹബിറ്റൻസ് വർ മർഡേഡ്. അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാ ജനങ്ങളെയും കൊന്നൊടുക്കി. ഈ സംഭവമാണ് ആരെ ചൊടിപ്പിച്ചത്? ക്രിസ്ത്യൻസിനെ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്യാനായിട്ട് കാരണമായത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് മേജർ ലോസ് ഓഫ് ടെറിട്ടറി വോൺ ബൈ ദ ക്രൂസൈഡർ ആർമി ഇൻ ദി ഫസ്റ്റ് ക്രൂസൈഡ്. അപ്പോൾ ഈ ഒരു പറയുന്ന സ്ഥലം നഷ്ടപ്പെട്ടത്, ഈ എഡീസ എന്ന് പറയുന്ന സ്ഥലം നഷ്ടപ്പെട്ടത് ക്രൂസൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി. കാരണം അവർ ഫസ്റ്റ് ക്രൂസൈഡ് നടത്തി പിടിച്ചെടുത്ത സ്ഥലമാണ്. അവിടെ 4 കിങ്ഡം ഉൾപ്പെടെ സ്ഥാപിച്ച് അവരവരുടെ അപ്രമാദിത്വം അവിടെ തെളിയിച്ചതാണ്. ആ സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ് കൈവിട്ടു പോകുന്നത്. ഇൻ 1145 പോപ്പ് ഇഗ്നേഷ്യസ് തേർഡ് എന്ന് പറയുന്ന അന്നത്തെ പോപ്പ് എന്ത് ചെയ്തു? അപ്പീൽഡ് ഫോർ എ സെക്കൻഡ് ക്രൂസൈഡ്. അപ്പോൾ അർബൻ സെക്കൻഡൊക്കെ മരിച്ചു. ഇപ്പോഴത്തെ ആളുടെ പേര് ഇഗ്നേഷ്യസ് തേർഡ് എന്നാണ്. അദ്ദേഹം 1145 തന്നെ ഒരു സെക്കൻഡ് ക്രൂസൈഡിനെ കോൾ ഫോർ ചെയ്തു. ബട്ട് ദ റെസ്പോൺസ് ഫ്രം ദി വെസ്റ്റേൺ വേൾഡ് വാസ് ലൂക്ക് വാം. ഹവർ ബെർണാഡ് ഓഫ് ക്ലയർവോക്സ്, the greatest churchman of his era, began preaching and writing in favor of the new crusade. പക്ഷേ ഇഗ്നേഷ്യസ് തേർഡ് പുതിയൊരു യുദ്ധത്തിന് തയ്യാറാവൂ, കുരിശ് യുദ്ധത്തിന് എല്ലാവരും
പങ്കെടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പലർക്കും ലെറ്റർ അയച്ചു. പക്ഷേ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്ന് വലിയൊരു പ്രതിഫലനമൊന്നും ഉണ്ടായില്ല. ആർക്കും തീരെ താല്പര്യമില്ലാത്ത പോലെ, ഇനി എന്ത്, ഒരു വട്ടം നമ്മൾ പിടിച്ചെടുത്തു, ഇനി എപ്പോഴും അവരായിട്ട് യുദ്ധം ചെയ്യണോ എന്നുള്ളൊരു താല്പര്യക്കുറവ് യൂറോപ്യൻ റൂളേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങി. പക്ഷേ ബെർണാഡ് ഓഫ് ക്ലൈവോക്സ് എന്ന് പറയുന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതുകയും അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആളുകളെ ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. Up to 50,000 volunteers responded to the call from France alone. ഫ്രാൻസിൽ നിന്ന് മാത്രം ഒരു 50,000-ഓളം വോളണ്ടിയേഴ്സ് ഈ പ്രഖ്യാപനവും ഈ ആവശ്യമൊക്കെ കേട്ടപ്പോൾ തയ്യാറായി മുന്നിട്ട് ഇറങ്ങി വന്നു. What the Pope could not do, Bernard was able to. The second crusade was born. പക്ഷേ ബെർണാഡിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഈ 50,000 പേരെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പോപ്പിന് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പോപ്പ് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു. Two important military leaders of the Second Crusade were Louis VII of France and Conrad III of Germany. ആകെ യൂറോപ്പിൽ നിന്ന് 2 രാജ്യങ്ങൾ, ഇറ്റലി ഇല്ല, ഇംഗ്ലണ്ട് ഇല്ല, ബെൽജിയം ഇല്ല, ഹോളണ്ട് ഇല്ല, അയർലൻഡ് ഇല്ല, സ്കോട്ട്ലൻഡ് ഇല്ല, ആകെയുള്ളത് ഫ്രാൻസും ജർമ്മനിയും മാത്രം. അവരെ മാത്രം വെച്ചുകൊണ്ട് ഇഗ്നേഷ്യസ് തേർഡിന് സെൽജക് ടർക്സിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യത്തേതിൽ എല്ലാ രാജ്യത്തു നിന്നുള്ളവരും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഡ്യൂക്ക് ഓഫ് ലോവറൈൻ, ബൊയിലോൺ, റെയ്മണ്ട്, കൗണ്ട് ഓഫ് ടോളോസ്, റോബർട്ട് ഡ്യൂക്ക് ഓഫ് നോർമാൻഡി ആൻഡ് റോബർട്ട് തേർഡ് കൗണ്ട് ഓഫ് ഫ്ലാൻഡേഴ്സ്. പിന്നെ ഒരുപാട് ലീഡേഴ്സ് ഫസ്റ്റ് ക്രൂസൈഡിൽ പങ്കെടുത്തു. സെക്കൻഡിൽ ആകെ 2 ആളല്ലോ, അവരെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ? 50,000 വോളണ്ടിയേഴ്സും ഉണ്ട്. അതുകൊണ്ട് ബെർണാഡിനും ഇഗ്നേഷ്യസ് തേർഡിനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പായി. ഡ്യൂ ടു ഡിസ്യൂണിറ്റി ബിറ്റ്വീൻ ദം ദേ കുഡിൻറ്റ് അച്ചീവ് വിക്ടറി ഇൻ ദിസ് വാർ. അവർക്ക് വിക്ടറി നേടിയെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്യൂണിറ്റി ലീഡ്സ് ടു ദ ഫെയിലിയർ ഓഫ് ക്രിസ്ത്യൻ വിങ്. Their army was thoroughly beaten in 1147 and 48. So the Second Crusade was considered an ignominious failure to the Crusades. 1147-48 കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ക്രൂസൈഡേഴ്സ് ദയനീയമായിട്ട് പരാജയപ്പെട്ടു. കാരണം സെൽജക് ടർക്സിനെതിരെ പിടിച്ചു നിൽക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അതിൻ്റെ കാരണമാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്യൂണിറ്റി ബിറ്റ്വീൻ ദ റൂളേഴ്സ്. ഈ ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും വന്നവർ തമ്മിൽ ഒരു ഐക്യം രൂപീകരിക്കാൻ പറ്റണ്ടേ? അവർക്കിടയിലുള്ള ഡിസ്യൂണിറ്റിയാണ് സെക്കൻഡ് ക്രൂസൈഡ്സിൽ ഈ പറയുന്ന സഭ പരാജയപ്പെടാനുള്ള കാരണം. അപ്പോൾ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നത് ഫസ്റ്റ് ക്രൂസൈഡിൽ മാത്രമാണ്. 1095 മുതൽ 99 വരെ നടന്ന ക്രൂസൈഡിൽ വളരെ കൃത്യമായിട്ട് ഒരുമിച്ച് നിന്ന റൂളേഴ്സിൻ്റെ വിജയമായിരുന്നു കണ്ടത്. അങ്ങനെയാണ് ജെറുസലേം ഉൾപ്പെടുന്ന ഹോളി ലാൻഡ് സഭ തിരിച്ചു പിടിക്കുന്നത്. അവിടെ നേതൃത്വം കൊടുത്ത പോപ്പ് അർബൻ സെക്കൻഡ് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രീച്ചിങ്സിലൂടെ രാജാക്കന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരുടെ ഒരു ടീമിനെ ഫോം ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് പറ്റുകയും ചെയ്തു. എന്നാൽ ഇഗ്നേഷ്യസ് തേർഡ് എന്ന് പറയുന്ന പോപ്പിന് കൃത്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് സെക്കൻഡ് ക്രൂസൈഡിൽ ആര് പരാജയപ്പെട്ടു? ക്രൂസൈഡേഴ്സ് പരാജയപ്പെട്ടു. ഇനി തേർഡ് ക്രൂസൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു ക്രൂസൈഡിൻ്റെ ഭാഗമാകാൻ ഇംഗ്ലണ്ട് കടന്നു വരുന്ന കാലഘട്ടമാണ് തേർഡ് ക്രൂസൈഡ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ക്രൂസൈഡ്സിനെ കുറിച്ച് പരാമർശിക്കുന്ന ആദ്യത്തെ ഘട്ടവും തേർഡ് ക്രൂസൈഡ്സിൻ്റെ കാലഘട്ടമാണ്. ആ വിഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ചർച്ച ചെയ്യുന്നത്. റിച്ചാർഡ് ഫസ്റ്റ് ആൻഡ്
ക്രൂസൈഡ് തേർഡ് എന്നുള്ള ഭാഗം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.